നിരത്തുകൾ കീഴടക്കാൻ KSRTCയുടെ പുത്തൻ ബസ്സുകൾ 100ഓളം ബസ്സുകളാണ് നിരത്തിലിറങ്ങാൻ തയ്യാറായിട്ടുള്ളത്. ഈ മാസം 21-ന് ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ബസ്സുകളുടെ വീഡിയോയും ചിത്രങ്ങളും ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ KSRTC ബസ്സുകളാണ് ഇനി നിരത്തുകൾ കീഴടക്കാൻ പോകുന്നത്. ഈ മാസം 21-ാം തീയതി മുഖ്യമന്ത്രി ബസ്സുകളുടെ ഒക്കെ തന്നെയും ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. ഗ്രാമീണ പ്രദേശങ്ങളിലടക്കം വലിയ മാറ്റങ്ങളിലേക്കാണ് KSRTC പോകുന്നത്. അതിൽ ഒരു ബസ്സാണ് എനിക്ക് പുറകിൽ കാണുന്ന AC സീറ്റർ ബസ്. വർഷങ്ങൾക്ക് ശേഷം അത്യാധുനിക സംവിധാനങ്ങളോടെയാണ് നിരത്ത് കൈയടക്കാൻ KSRTCയുടെ പുത്തൻ ബസ്സുകൾ എത്തുന്നത്. ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ്, ഫാസ്റ്റ് പാസഞ്ചർ ലിങ്ക്, പ്രീമിയം സീറ്റർ, സ്ലീപ്പർ, സീറ്റർ കം സ്ലീപ്പർ എന്നിങ്ങനെ വിവിധ സെഗ്മെന്റുകളിലായി നിരവധി പുതിയ ബസ്സുകളാണ് KSRTCയിൽ എത്തിയിരിക്കുന്നത്. ദേശീയ പതാക കളർ തീമിലുള്ള ബോഡിയിൽ കഥകളി ചിത്രം ആലേഖനം ചെയ്താണ് സീറ്റർ കം സ്ലീപ്പർ, സ്ലീപ്പർ ബസ്സുകൾ എത്തിയിരിക്കുന്നത്. ഫാസ്റ്റ് പാസഞ്ചർ ലിങ്ക് ബസ്സിനും വേറിട്ട നിറമാണ്. ആഡംബരം ഒട്ടും ചോരാതെയാണ് ദീർഘദൂര ബസ്സുകൾ ഒരുക്കിയിരിക്കുന്നത്. സർക്കാരിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് 6 മാസത്തിനുള്ളിൽ 340 ബസ്സുകൾ റോഡിൽ ഇറക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ആഡംബരമുള്ള വണ്ടി മുതൽ ഏറ്റവും ഗ്രാമപ്രദേശത്ത് ഓടുന്ന ചെറിയ ബസ്സുകൾ വരെ ഉണ്ടാവും. സർക്കാരിൻ്റെ ഓണസമ്മാനമാണ്. ഇത് ആസ്വദിക്കും, ഏതായാലും ജനങ്ങൾ ആസ്വദിക്കും. ഇതിൻ്റെ നല്ല നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, ഫയർ ഫൈറ്റിംഗ് അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഇത് ചെയ്തിട്ടുണ്ട്. പുഷ് ബാക്ക് സംവിധാനത്തിനൊപ്പം ഇരട്ട നിറത്തിലുള്ള ലെതർ സീറ്റുകളാണ് ഇതിലുള്ളത്. ഓരോ സീറ്റുകളിലും ചാർജർ, ഹാൻഡ് റെസ്റ്റ്, ഫുഡ് റെസ്റ്റ് എന്നിവയും ആംബിയന്റ് ലൈറ്റിംഗ്, TV, CCTV ക്യാമറ തുടങ്ങിയ ഫീച്ചറുകളും പുതിയ ബസ്സിനകത്തുണ്ട്. ഈ മാസം 23-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.